Good morning. So we can discuss the functions of management in detail. Today, in detail, we can see what is planning. Okay, but planning is the most basic of all management functions since it involves deciding of future course of action. Planning എന്ന് പറഞ്ഞാൽ എന്താ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു when to do, how to do, etc. Okay, so the other functions of management, namely organizing, staffing, directing, and control, must reflect proper planning. Okay, so a manager organizes, directs, and controls. അതായത് he performs other functions to ensure the accomplishment of predetermined goals according to plans. അതുകൊണ്ട് നമുക്ക് പറയാം ദസ് പ്ലാനിങ് ലോജിക്കലി പ്രീസീഡ്സ് ദ എക്സിക്യൂഷൻ ഓഫ് ഓൾ അതർ മാനേജീരിയൽ ഫങ്ഷൻസ്. Planning എന്ന് പറഞ്ഞാൽ it is unique in the sense that it establishes the objectives for the group effort and lays down steps to accomplish them before the manager proceeds to perform other functions. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ എവറി വർക്ക് ഓഫ് ലൈഫ് ആൻഡ് ദ പ്ലാനർ ക്യാൻ ഡെവലപ്പ് ഹിസ് എഫിഷ്യൻസി ബൈ പ്രിപ്പയറിങ് ഹിംസെൽഫ് ടു ഫേസ് ദ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ മാനേജ്മെൻറ്റിൽ പ്ലാനിങ്ങിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഇറ്റ് ഇൻവോൾവ്സ് ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഈവൻറ്റ്സ് ആൻഡ് ഡിസൈഡിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്നുള്ളതാണ്. അതായത് ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർ തോട്ടാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ആൻഡ് ഓർഗനൈസിങ് ദ ആക്ടിവിറ്റീസ് റിക്വയർഡ് ടു അച്ചീവ് ദ ഡിസയേർഡ് ഗോൾസ്. ഓക്കെ, അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ആൻഡ് കോൺഷ്യസ് ആക്ടിവിറ്റി ടു ഫോർമുലേറ്റ് ദ ഡിസൈൻ ആൻഡ് ഓർഡർലി സീക്വൻസ് ഓഫ് ആക്ഷൻസ് through which it is expected to reach the objectives. Thus, we can say that the planning is a systematic attempt to decide a particular course of action for the future. Like it leads to determination of objectives of group activity and the steps necessary to achieve them. Okay. അപ്പം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വിദഗ്ധമായിട്ട് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഡിസൈഡ് ചെയ്യുക. ആ പ്ലാൻ അനുസരിച്ച്, അതായത് പ്ലാൻ എന്ന് പറയുന്ന ഈ പ്ലാനിങ് ആണ് ഇറ്റ് ലീഡ്സ് ടു ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ചവിട്ടുപടി. ഓക്കെ, സോ പ്ലാനിങ് ഈസ് എൻ ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് തിങ്കിങ് റിസോർട്ടഡ് ടു ഡിസൈഡ് എ കോഴ്സ് ഓഫ് ആക്ഷൻ which helps to achieve the predetermined objectives of the organization in future. Then so many definitions are there for planning. Planning, according to Kuntz and O'Donnell, planning is deciding in advance what to do, how to do it, when to do it and who's to do it. ഇതെല്ലാം കൃത്യമായിട്ട് തീരുമാനിക്കുക. Deciding in advance, all these things. And planning bridges the gap between where we are to and where we want to go. അതായത് ഇപ്പം നമ്മൾ എവിടെയാണ് ഉള്ളത്, അവിടെ നമുക്ക് എവിടെ എത്തണം, അതിലേക്കുള്ള ഒരു എന്താ പറയുക, ഇറ്റ് ബ്രിഡ്ജസ് ദാറ്റ് ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം വേർ വി ആർ ടു വേർ വി വാണ്ട് ടു ഗോ. സോ ഇറ്റ് മേക്സ് പോസിബിൾ ഫോർ തിങ്സ് ടു ഒക്കർ which could not otherwise happen. Okay, അപ്പോൾ കോൺസ് ഓർ ഡൊണാൾഡിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. Then one more definition is given according to George R. Terry. Planning is selecting and relating to facts and making and using of assumptions regarding the future in the visualization and formulation of proposed activities believed necessary to achieve desired goals. അതായത് പ്ലാനിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നത്, സെലക്ടിങ് ആൻഡ് റിലേറ്റിംഗ് ഫാക്ട്സ് ആൻഡ് മേക്കിംഗ് ആൻഡ് യൂസ് ഓഫ് അസംഷൻസ് റിഗാർഡിംഗ് ദ ഫ്യൂച്ചർ ഇൻ ദ വിഷ്വലൈസേഷൻ ആൻഡ് ഫോർമുലേഷൻ ഓഫ്
proposed activities believed necessary to achieve desired results. ഒന്ന് രണ്ട് ഡെഫിനേഷൻസൊക്കെ നോക്കി പഠിച്ച് വെക്കുക. ഓക്കെ, ആലൻ്റെ ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. Then M.E. Harley's definition is given in your textbook. According to M.E. Harley, planning is deciding in advance what is to be done. It involves the selection of objectives, policies, procedures and programs from among alternatives. ഓക്കെ, നിങ്ങൾക്ക് ഒരു 2-3 ഡെഫിനേഷൻ നോക്കി വെച്ചോളാം. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്ങിൽ വരുന്നത്, ഫസ്റ്റ് വൺ, പ്ലാനിങ് ഇസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇറ്റ് ഈസ് എ തിങ്കിങ് പ്രോസസ്സ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ മെൻറ്റൽ വർക്ക് കൺസേൺ വിത്ത് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് ഫോർസൈറ്റ്, ഇമാജിനേഷൻ ആൻഡ് സൗണ്ട് ജഡ്ജ്മെൻറ്റ്. അതായത് ദ ക്വാളിറ്റി ഓഫ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എബിലിറ്റി ഓഫ് ദ മാനേജർ ഹു കളക്ട്സ് ഓൾ റെലവൻറ്റ് ഫാക്ട്സ്, അനലൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ദം കറക്റ്റ്ലി. അപ്പോൾ പ്ലാനിങ് ഇസ് എൻ എക്സസൈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് നോട്ട് ഓൺ ഗസ് വർക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്ലാനിങ് എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കണക്കാക്കാം? ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പ്ലാനിങ് ഇസ് ഗോൾ ഓറിയൻറ്റഡ്. അതായത് പ്ലാനിങ് ഇൻവോൾവ്സ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ് ഓഫ് എൻ എൻ്റർപ്രൈസ്. So it lays down the means to achieve these goals. Thus planning is goal oriented. Plans are made in order to seek certain predetermined goals. Then next one is planning is the primary function. അതായത് primacy of planning നോക്കാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പ്ലാനിങ് ഇസ് ദ ഫസ്റ്റ്, അതായത് ഇറ്റ് ഓക്യുപ്പൈസ് ദ ഫസ്റ്റ് പ്ലേസ് ഇൻ ദ ലിസ്റ്റ് ഓഫ് മാനേജറിയൽ ഫങ്ഷൻസ് എന്നുള്ളത്. സോ പ്ലാനിങ് ലേസ് ഡൗൺ ദ ബേസ് ഫോർ അതർ മാനേജറിയൽ ഫങ്ഷൻസ്. അതായത് ഓൾ അതർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അണ്ടർടേക്കൺ വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് പ്ലാൻസ് ഡ്രോൺ. സോ ദസ് പ്ലാനിങ് പ്രിസീഡ്സ് ഓൾ അതർ മാനേജറിയൽ ഫങ്ഷൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് പ്ലാനിങ് ഇസ് എന്താ പറയുക, ഫ്ലെക്സിബിൾ. പ്ലാനിങ് ഷുഡ് നോട്ട് ബി റിജിഡ് എന്നാണ് പറയുന്നത്. എപ്പോഴും പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനോ, അതായത് നമുക്കറിയാം ഇന്നത്തെ ഒരു കോമ്പറ്റിറ്റീവ് വേൾഡിൽ എപ്പോഴും ചേഞ്ചസ് അത്യാവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? പ്ലാനിങ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. സോ ആക്ച്വൽ സിറ്റുവേഷൻ മേ ഡിഫർ ഫ്രം വാട്ട് ഹാസ് ബീൻ പ്രിസ്യൂംഡ് ഏർലിയർ. സോ ദെയർഫോർ പ്ലാനിങ് റിക്വയേഴ്സ് മോഡിഫിക്കേഷൻസ്. അതുകൊണ്ട് ഒരിക്കലും റിജിഡായി പോകാൻ പാടില്ല. ഒരു റിജിഡ് പ്ലാൻ വിൽ നോട്ട് അറ്റൈൻ ബിസിനസ് ഗോൾസ് എന്നാണ് പറയുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് ഇസ് ഡൈനാമിക് പ്രോസസ് ആൻഡ് ഇറ്റ് അഡ്ജസ്റ്റ് വിത്ത് ദ നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി സിറ്റുവേഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഈസ് ഓൾ പെർവാസീവ്. അതായത് പെർവാസീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ബി പെർഫോംഡ് ബൈ ഓൾ മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ്. അതായത് തുടക്കം മുതൽ, അതായത് ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ് ആക്ടിവിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷണൽ ഹിയറാർക്കി എന്ന് പറയുന്നത്, റൈറ്റ് ഫ്രം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടു ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്. അതായത് എല്ലാവരും ചെയ്തിരിക്കണം. അതായത് ഫങ്ഷണൽ ചെയർമാൻ ആയിക്കോട്ടെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പ്ലാൻസ് അറ്റ് ദ ടോപ്പ് ലെവൽ, ഫങ്ഷണൽ മാനേജേഴ്സ് അറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ ആൻഡ് ഫോർമാൻ അറ്റ് ഏത് ലെവലാണ്? bottom level or lower level. So the degree, importance and magnitude of planning depends on the level at which it is undertaken. Then next one is, it is a continuous process. Planning is a continuous process. അതായത് പ്ലാനിങ് ഇൻവോൾവ്സ് കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ആൻഡ് എന്താ പറയുക, റീഅസസ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, ഡയറക്ഷൻസ്, opportunities and problems of the organization while converting them to achieve goals. അതായത് പ്ലാൻസ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ന്യൂ പ്ലാൻസ് ആർ ടു ബി ഡ്രോൺ.
അതായത് ആക്ച്വൽ ബിസിനസ് സിറ്റുവേഷൻസ് മേ ഡിമാൻഡ് സർട്ടൻ അമെൻമെൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക റീഅസസ്മെൻറ്റ് ഓർ മോഡിഫിക്കേഷൻ. സോ ദസ് എ പ്ലാൻ ഇസ് ഫ്രെയിംഡ്, ഇംപ്ലിമെൻറ്റഡ്, മോഡിഫൈഡ് ആൻഡ് ഇസ് ഫോളോഡ് ബൈ അനദർ പ്ലാൻ ആൻഡ് സോ ഓൺ. അതുകൊണ്ട് നമുക്ക് പറയാം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് അറ്റംപ്റ്റ്സ് ടു പീപ്പ് ഇൻ ടു ദ ഫ്യൂച്ചർ, അനലൈസസ് ഇറ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ഇറ്റ്. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇറ്റ് ഇൻവോൾവ്സ് ലുക്കിംഗ് എഹെഡ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ദ ഫ്യൂച്ചർ. അതായത് ഫോർകാസ്റ്റിംഗ് ഓഫ് ഫ്യൂച്ചർ ഈവൻറ്റ്സ് സച്ച് ആസ് കസ്റ്റമേഴ്സ് ഡിമാൻഡ്, കോമ്പറ്റീഷൻ, ഗവൺമെൻറ് പോളിസീസ് എക്സെട്ര. അപ്പോൾ പ്ലാനിങ്ങിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ഹാൻഡിൽ ഫ്യൂച്ചർ ഈവൻറ്റ്സ് ടു ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, പിന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രേറ്റഡ് പ്രോസസ്സ് എന്ന് പറയാം. അതായത് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദേ ആർ സ്ട്രക്ചേർഡ് ഇൻ എ ലോജിക്കൽ വേ ദാറ്റ് എവറി ലോവർ പ്ലാൻ സെർവ്സ് ആസ് എ മീൻസ് ടു അക്കംപ്ലിഷ് ഹയർ ലെവൽ പ്ലാൻസ്. അതായത് പ്ലാൻസ് ആർ എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻറ്റർ റിലേറ്റഡ്, ഇൻറ്റർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് മ്യൂച്വലി സപ്പോർട്ടീവ്. നെക്സ്റ്റ് ഇസ് പ്ലാനിങ് ഇൻവോൾവ്സ് ചോയ്സ്. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇൻവോൾവ്സ് ചോയ്സ് അമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. അതായത് ഇഫ് ദർ ഈസ് ഓൺലി വൺ കോഴ്സ് ഓഫ് ആക്ഷൻ ദർ ഈസ് നോ നീഡ് ഫോർ പ്ലാനിങ് ബിക്കോസ് ദർ ഈസ് നോ ചോയ്സ്. ശരിക്കും എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് വിൽ ബി അവൈലബിൾ. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡിയിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഈച്ച് ഓഫ് ദി ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ചൂസിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ. അതായത് അതിൽ ഏറ്റവും നല്ലത് ഏതാണ് അത് തിരഞ്ഞെടുക്കലാണ് പ്ലാനിങ്ങിൽ വരുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ചോയ്സ്. ദെൻ പ്ലാനിങ് ഇസ് റാഷണൽ എന്ന് പറയാം. അതായത് പ്ലാനേഴ്സ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് അൺഇമോഷണൽ ഇൻ ദിയർ അപ്രോച്ച് ടു പ്ലാനിങ്. അതായത് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം. അതായത് എയിം വുഡ് ബി ടു അച്ചീവ് എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് വൈൽ ഒപ്റ്റിമലി ഡിപ്ലോയിങ് റിസോഴ്സസ്. ഓക്കെ, പിന്നെ വേറെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലാനിങ് ഇസ് പാർട്ടിസിപ്പേറ്റീവ് എന്നാണ്. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് നോട്ട് ദ വർക്ക് ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ, ഇറ്റ് ഇസ് ദ കളക്റ്റീവ് വർക്ക് ഓഫ് സെവറൽ ഇൻഡിവിജ്വൽസ്. Formulation of plans involves the effort of different individuals. So we can say planning is participative in nature. അതായത് ഒറ്റ ആൾക്ക് മാത്രം ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. മനസ്സിലായല്ലോ? So these are the features of planning. Next we can see what are the importance of planning. ഇമ്പോർട്ടൻസ് പറയുന്ന സമയത്ത് ഫസ്റ്റ് വൺ, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ ഓർ ഇറ്റ് എംഫസൈസസ് ഓൺ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. അതായത് പ്ലാനിങ് ഫങ്ഷൻ ബിഗിൻസ് വിത്ത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഇൻ ക്ലിയർ ടേംസ്. അതായത് ദിസ് എൻഷുവേഴ്സ് ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എഫേർട്സ് ടുവേർഡ്സ് അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. മനസ്സിലായല്ലോ? അതായത് പ്ലാനിങ് ഇൻവോൾവ്സ് ക്ലിയർ സെൻസ് ഓഫ് ഡയറക്ഷൻ ആൻഡ് ദ പേർപ്പസ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ് കൃത്യമായിട്ടുള്ള അവർ എന്താ നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് അതിലേക്കുള്ള ഒരു എന്താ പറയുക ഒരിതാണ്. ഓക്കെ, ദെൻ ഇറ്റ് മിനിമൈസസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എന്നാണ് പറയുന്നത്. പ്ലാനിങ് ഈസ് കൺസേൺ വിത്ത് ഫ്യൂച്ചർ which is uncertain and very difficult to predict. നമുക്കറിയാം ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് അൺസർട്ടൻ. ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്. സോ ഇൻ ഫാസ്റ്റ് ചേഞ്ചിങ് ഓർഗനൈസേഷൻസ് പ്ലാനിങ് ബേസ്ഡ് ഓൺ ഹാർഡ് ഫാക്ട്സ് ആൻഡ് ഡാറ്റ ഹെൽപ്പ് മാനേജേഴ്സ് ടു റെഡ്യൂസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റീസ്. ഓക്കെ, അപ്പോൾ പ്ലാനിങ് ഹെൽപ്സ് ടു മിനിമൈസ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക് ദോ നോട്ട് എലിമിനേറ്റഡ്. അതായത് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ റെഡ്യൂസ് ചെയ്യാൻ പറ്റും റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്ലാനിങ് എൻഷുവേഴ്സ് കോർഡിനേഷൻ എന്നാണ് പറയുന്നത്. അതായത് പ്ലാനിങ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് കോർഡിനേറ്റഡ് എഫേർട്സ് ഫ്രം വേരിയസ് ഡിവിഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് പീപ്പിൾ. അതായത് പ്ലാനിങ് ഡിറ്റർമിൻസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് വാട്ട് ഷുഡ് ബി ഡൺ, who should do it, where and when it should be done.
ഇതെല്ലാം കൃത്യമായിട്ട് ആദ്യം തീരുമാനിക്കുക ചെയ്യുന്നത്. സോ പ്ലാനിങ് ദിസ് എനേബിൾസ് യൂണിറ്റി ഓഫ് പേർപ്പസ് ആൻഡ് ഡയറക്ഷൻ. അതായത് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ എന്തിനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്? ദർ ക്യാൻ ബി ചാൻസസ് ഓഫ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട്. സോ planning thus helps in achieving effective coordination in the organization. Okay. Then it facilitates എന്താ പറയുക, it leads to economy, അതായത് economical operations. Planning helps to accomplish an optimal utilization of physical and human resources, leading towards cost reduction, higher efficiency and productivity, which leads to better economy എന്നാണ് പറയുന്നത്. അതായത് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവുന്നത് കൊണ്ട് അവൈലബിൾ റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ എന്നാണ് പറയുന്നത്. അതായത് റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മാൻ പവർ ആയിക്കോട്ടെ. പ്ലാനിങ് ഇൻവോൾവ് സെലക്ഷൻ ഓഫ് മോസ്റ്റ് പ്രോഫിറ്റബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് വുഡ് ലീഡ് ടു ബെസ്റ്റ് റിസൾട്ട്സ് അറ്റ് ദ ബെസ്റ്റ് കോസ്റ്റ്. അപ്പം അതുകൊണ്ട് എന്താ, വേസ്റ്റേജസ് അത്ര കണ്ട് കുറയ്ക്കാൻ പറ്റും. വേസ്റ്റേജസ് കുറയുന്നതോട് കൂടിയിട്ട് ദീസ് പേവ്സ് ദ വേ ഫോർ എഫിഷ്യൻ്റ് ആൻഡ് എക്കണോമിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ. ദെൻ ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സെർച്ചിങ് ദി വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മളെ മുന്നിൽ ഒരുപാട് ചോയ്സസ് ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് എടുക്കാനുള്ളൊരു തീരുമാനം എടുക്കുന്നു. അതായത് it involves searching the various alternatives, evaluating them, accepting the best one. But planning looks into the future and makes a choice from amongst various alternative course of action. അതായത് പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ഗൈഡ് ലൈൻസ് ആൻഡ് ദസ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് planning encourages innovation and creativity. അതായത് പ്ലാനിങ് ഹെൽപ്സ് ടു റിമെയിൻ കോമ്പറ്റിറ്റീവ്. പ്ലാനിങ്, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ദേ ആർ ലൈക്ക് ട്രംപ് കാർഡ്സ് ഇൻ കോമ്പറ്റിറ്റീവ് വേൾഡ്. അതായത് നമുക്ക് പറയാം, പ്ലാനിങ്ങിൽ എന്താ തീരുമാനിക്കുന്നത് വെച്ചിട്ട് ഇസ് ബേസിക്കലി ദ ഡിസൈഡിങ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് എയ്ഡ്സ് ഇന്നൊവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. അതായത് ഒരുപാട് ന്യൂ ഐഡിയാസ് ഉണ്ടാവും മാനേജേഴ്സിൻ്റെ മനസ്സിൽ. മനസ്സിലായല്ലോ? അതായത് ഇറ്റ് കൾട്ടിവേറ്റ്സ് എ ഫോർവേഡ് ലുക്കിംഗ് ആറ്റിറ്റ്യൂഡ് അമംഗ് മാനേജേഴ്സ്. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. കൺട്രോൾ ഫങ്ഷൻ അറിയാലോ. കൺട്രോൾ ഫങ്ഷനിൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രീസപ്പോസസ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ പ്ലാൻ എന്നാണ് പറയുന്നത്. അതായത് പ്ലാനിങ് ക്ലിയർലി സ്പെസിഫൈസ് ദ സ്റ്റാൻഡേർഡ്സ് ഓർ ടാർഗറ്റ്സ് ടു ബി അച്ചീവ്. അപ്പോൾ നമ്മൾ ആദ്യം കൃത്യമായിട്ടൊരു പ്ലാൻ അല്ലെങ്കിൽ ടാർഗറ്റ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഇനി ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് എഗെയിൻസ്റ്റ് ദീസ് പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ് ഇസ് ദ എസെൻസ് ഓഫ് കൺട്രോൾ. കൺട്രോളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ പ്ലാൻസും ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. അതായത് ഈ പ്ലാൻ എന്ന് പറയുന്നത് എന്താ, പ്ലാൻ പ്രൊവൈഡ്സ് ദ സ്റ്റാൻഡേർഡ് ആൻഡ് കൺട്രോൾ ബ്രിങ്സ് ഔട്ട് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. അവിടെ നമുക്ക് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡും അതേമാതിരി ആക്ച്വൽ പെർഫോമൻസുമായിട്ട് അവിടെ എന്തെങ്കിലും വേരിയേഷൻസ് കാണുന്നുണ്ടെങ്കിൽ ക്യാൻ ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. മനസ്സിലായല്ലോ? സോ ദസ് പ്ലാനിങ് പ്രൊവൈഡ്സ് ദ ബേസിസ് ഓഫ് കൺട്രോൾ എന്നാണ് പറയും. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇംപ്രൂവ്സ് ദ മൊറേൽ ഓഫ് എംപ്ലോയീസ്. അതായത് ഇഫ് എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റ് ഇൻ പ്ലാനിങ് പ്രോസസ്, ഇറ്റ് ബൂസ്റ്റ് ദെയർ മൊറേൽ ആൻഡ് ഡെവലപ്സ് എ ബ്രോഡ് മെൻറ്റാലിറ്റി ആൻഡ് തിങ്കിങ് ഓഫ് അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എംപ്ലോയീസിന് എന്താണെന്ന് പറയുക, ഇറ്റ് ഹെൽപ്സ് ഇൻ മോട്ടിവേഷൻ. അതായത് പ്ലാനിങ് പ്രിസ്ക്രൈബ്സ് ദ ടാർഗറ്റ്സ് ടു ബി അച്ചീവ്ഡ്. സോ ദിസ് എനേബിൾസ് മാനേജേഴ്സ് ടു എൻകറേജ് വർക്കേഴ്സ് ടു അച്ചീവ് ടാർഗറ്റ്സ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിന്നെ ഒന്നും കൂടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഇംപ്രൂവ്സ് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് ഇഫക്റ്റീവ് പ്ലാനിങ് പ്രൊവൈഡ്സ് എ കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത് ടു ദ എൻ്റർപ്രൈസ് ഓവർ അതേഴ്സ് ഹു ഹാവ് നോ പ്രോപ്പർ പ്ലാനിങ്. അതായത് എന്തൊക്കെയാണ് പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അനാലിസിസ് ഓഫ്
സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് സോട്ട് അനാലിസിസ് നടത്തും. എന്തൊക്കെയാണ് ഫേമിൻ്റെ ബിസിനസ് സ്ട്രെങ്ത്, എന്തൊക്കെയാണ് വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. അപ്പോൾ ബേസ്ഡ് ഓൺ സോട്ട് അനാലിസിസ് പ്ലാനിങ് ഇസ് അണ്ടർടേക്കൺ ടു ഗ്രാബ് ഓപ്പർച്യൂണിറ്റീസ്, ഓവർകമ്മിങ് the threats and weaknesses, and enhances the competitive strength of the organization. Okay. So these are the advantages of planning or importance. Next we can see what are the limitations of planning. അപ്പോൾ ലിമിറ്റേഷൻസ് പറയുന്ന സമയത്ത് എന്തായാലും പ്ലാനിങ്ങിനെ കൊണ്ട് കൂടുതൽ ഗുണങ്ങളേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് ഈസ് എ റെമഡി ഫോർ ഓൾ ഇൽസ് ഓഫ് ദ ബിസിനസ്. അതായത് ഒരു പ്ലാനിങ് ഉണ്ടെന്ന് വെച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അത് കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ ഓർ റിലയബിൾ ഡാറ്റ. അതായത് എപ്പോഴും സക്സസ് ഓഫ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കറക്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ. ഏത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ വെച്ചിട്ടാണോ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തത്, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തത്, അതിനനുസരിച്ചിരിക്കും നമ്മൾ പ്ലാനിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഇഫ് ഡാറ്റ ഓൺ വിച്ച് ഡിസിഷൻസ് ടേക്കൺ ആർ നോട്ട് റിലയബിൾ ആൻഡ് ദ ഡിസിഷൻസ് വിൽ നോട്ട് ഓൾസോ ബി റിലയബിൾ എന്നാണ് പറയുന്നത്. അതായത് പ്ലാനിങ് വിൽ ലൂസ് ഇറ്റ്സ് വാല്യൂ ഇഫ് റിലയബിൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ നോട്ട് സപ്ലൈ ടു പ്ലാനേഴ്സ്. അപ്പം ഒരു പ്ലാനറെ വിജയം എന്ന് പറയുന്നത് എന്താണ്? അയാൾ ഉപയോഗിച്ചിരിക്കുന്ന ഡാറ്റ, എന്തിനെ വെച്ചിട്ടാണോ അയാൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ചിരിക്കും. ഇപ്പം ഡാറ്റ എന്ന് പറയുന്നത് ഇന്നാക്യുറേറ്റ് ആണ്, അതായത് കറക്റ്റ് അല്ലെങ്കിൽ ആ എടുക്കുന്ന ഡിസിഷനും എന്തായി പോവും, പാഴായി പോവുകയുള്ളൂ. ദെൻ സെക്കൻഡ് വൺ, ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് എന്ന് പറയാം. അതായത് ഇങ്ങനെ എല്ലാം ആദ്യം മുതൽ പ്ലാൻ ചെയ്യുക, അതിനുവേണ്ടി കുറേ ടൈം വേണം. ടൈം ആൻഡ് കോസ്റ്റ് രണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ടൈം കൺസ്യൂമിങ് നോക്കാം. പ്ലാനിങ് ഇസ് എ ലെങ്തി പ്രോസസ് ആൻഡ് ഹെൻസ് ടൈം കൺസ്യൂമിങ്. അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ, ഇറ്റ്സ് അനാലിസിസ്, ഇൻ്റർപ്രിറ്റേഷൻ, ഇവാലുവേഷൻ, ഡിഫൈനിങ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എക്സെട്ര റിക്വയർസ് എ ലോട്ട് ഓഫ് ടൈം. അതായത് പറഞ്ഞല്ലോ, ആദ്യം സോട്ട് അനാലിസിസ് നടത്തണം, അതിനനുസരിച്ചിട്ട് വേണം എന്താക്കാൻ വേണ്ടിയിട്ട്, ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ. സോ ഇറ്റ് മേ നോട്ട് ബി പ്രാക്ടിക്കബിൾ ടു ഗോ ത്രൂ ദിസ് പ്രോസസ് വെൻ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ക്വിക്ക് ഡിസിഷൻസ്. പെട്ടെന്നൊക്കെ എടുക്കേണ്ട തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇത് അത്ര നടപ്പിലാക്കാൻ പറ്റില്ല. ബിക്കോസ് എന്താ പറയുക, പ്ലാനിങ്ങിന് ഒരുപാട് ടൈം വേണം എന്നുള്ളത്. ദെൻ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അവിടെ പറയുന്നത്. പ്ലാനിങ് പ്രോസസ്സ് ഇസ് വെരി എക്സ്പെൻസീവ്. അതായത് ഡാറ്റ കളക്ട് ചെയ്യണം, അത് അനലൈസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് എക്സ്പേർട്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. സോ ദിസ് ഇൻവോൾവ്സ് ഗ്രേറ്റ് എമൗണ്ട് ഓഫ് മണി. അതായത് സ്മോൾ ആൻഡ് മീഡിയം സൈസ് കൺസേൺസ് കനോട്ട് എഫോർഡ് ദീസ്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ദ ബെനിഫിറ്റ് ഓഫ് പ്ലാനിങ് എക്സീഡ്സ് കോസ്റ്റ് ഇൻവോൾവ്. അതായത് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ട് പ്ലാനിങ് ഒക്കെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പം ഈ പ്ലാനിങ്ങിന് വേണ്ടി എത്ര ചിലവാക്കുന്നോ, ഇപ്പോൾ എക്സ്പേർട്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇപ്പോൾ കൂടുതലാണെങ്കിൽ മാത്രം പ്ലാനിങ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ദെൻ അനദർ വൺ ഇസ് റിജിഡിറ്റി. അതായത് പ്ലാനിങ് ഇംപ്ലൈസ് പ്രീ ഡിറ്റർമിനേഷൻ ഓഫ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ്. അതായത് എംപ്ലോയീസ് ആർ റിക്വയർഡ് ടു വർക്ക് സ്ട്രിക്ട്ലി അഡ്ഹറിങ് ടു ദീസ്. അതായത് ഇറ്റ് റിസ്ട്രിക്ട്സ് ഇൻഡിവിജ്വൽ സ്കിൽ, ഇനീഷ്യേറ്റീവ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നാണ് പറയുന്നത്. അത് അവിടെ ഒരു എന്താ പറയുക, എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് എംപ്ലോയീസ് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് അവരുടെ ഇനീഷ്യേറ്റീവിനൊന്നും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ലാതെയായി പോകുന്നു. അതായത് ഇൻഡിവിജ്വൽ സ്കിൽ, ഇനീഷ്യേറ്റീവ് ആൻഡ് ക്രിയേറ്റിവിറ്റിക്ക് അവിടെ യാതൊരു ചാൻസും ഇല്ല. ഓക്കെ. ദെൻ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അതായത് നമ്മൾ ആരാണെങ്കിലും ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തവരാണ്. അങ്ങനെ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങോട്ട് പോകുന്നവരാണ്. സോ മോസ്റ്റ് പീപ്പിൾ കേട്ടോ, എല്ലാവരും അല്ല പറയുന്നത്, ദേ ഡു നോട്ട് ലൈക്ക് ചേഞ്ചസ്. സോ ദിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ന്യൂ ഐഡിയാസ് ബിക്കംസ് എ ലിമിറ്റേഷൻ ഓഫ് പ്ലാനിങ്. ഓക്കെ. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ പ്രിഫർ ടു തിങ്ക് മോർ അബൌട്ട് ദ ഫ്യൂച്ചർ പ്രസൻറ്റ് ദാൻ ദ ഫ്യൂച്ചർ. മനസ്സിലായത്? അതായത് പ്രസൻറ്റ് ഇസ് നോട്ട് ഓൺലി മോർ സെർട്ടൻ, ഇറ്റ് ഈസ് ഓൾസോ മോർ ഡിസയറബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് ഇംപ്ലൈസ് ചേഞ്ചസ് ആൻഡ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇസ് കോമൺലി എക്സ്പീരിയൻസ്ഡ് ഇൻ ദി
ബിസിനസ് വേൾഡ്. അപ്പം അങ്ങനെയുള്ളൊരു ചേഞ്ച് ഏറ്റെടുക്കാനുള്ള ആ ഒരു ഇതെന്തില്ല എന്നാണ് പറയുന്നത്, മിക്ക ആളുകളിലും ഉണ്ടാവില്ല. ആൻഡ് അനദർ ലിമിറ്റേഷൻ ഇസ് ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. അതായത് പ്ലാനിങ് ക്രിയേറ്റ്സ് ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ, ദാറ്റ് എവറിത്തിങ് ഇസ് വെൽ ടേക്കൺ കെയർ ഓഫ് ബൈ ദ പ്ലാൻസ് and no problems will arise. This attitude has an adverse effect on planning. Then comes limited scope. അതായത് in organizations where situations change rapidly, there is limited scope of planning. അതായത് ആദ്യം തീരുമാനിച്ച് വെച്ചെന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ആണെങ്കിൽ അവിടെ പ്ലാനിങ്ങിന് എന്താണെന്നാണ് പറയുന്നത്, പ്ലാനിങ് ഹാസ് എ ലിമിറ്റഡ് സ്കോപ്പ്. Then it influences so many external factors. അതായത് effectiveness of planning may be affected by external factors. External factors എന്ന് പറയുന്നത് economic, social, political, technological or legal. So the management has little control over these external factors. അങ്ങനെ ഒരുപാട് എൻവയോൺമെൻറ്റൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അപ്പം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചാൽ ചിലപ്പം അത് നടപ്പിലായിക്കൊള്ളണം എന്നില്ല. അതായത് ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദി കൺട്രോൾ ഓഫ് ദി മാനേജ്മെൻറ്റിനെ നിയന്ത്രിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ഓക്കെ, സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. സോ നെക്സ്റ്റ് വി ക്യാൻ സീ പ്ലാനിങ് പ്രോസസ്. അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു സാധനമാണ് എന്താണ്, എക്സ്പ്ലെയിൻ പ്ലാനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എന്ന് പറയും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, എസ്റ്റാബ്ലിഷിങ് ഒബ്ജക്റ്റീവ്സ്, ദെൻ ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമിസസ്, ദെൻ റിവ്യൂയിങ് ഓഫ് കീ ഫാക്ടേഴ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, then evaluation of alternatives and select the best course of action, then formulating derivative plans and implementation of plans, and last one follow up. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വരുന്നത്, ടു എസ്റ്റാബ്ലിഷ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ആർ വെരിഫയബിൾ എന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഓഫ് ദി എൻ്റർപ്രൈസ്. അതായത് എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് തീരുമാനിക്കുക. നമുക്കറിയാലോ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എൻ ഇൻ്റലക്ച്വൽ പ്രോസസ് വിച്ച് എൻ എക്സിക്യൂട്ടീവ് ക്യാരീസ് ഔട്ട് ബിഫോർ ഈ ഡസ് എനി ജോബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ പീപ്പിൾ. അപ്പം ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്, അതായത് ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ് ഡയറക്ഷൻ ടു വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ ദി എൻ്റർപ്രൈസ്. അത് പ്ലാനിങ് ഹാസ് നോ യൂട്ടിലിറ്റി ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു സെർട്ടൺ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ ആർ ലെയ്ഡ് ഡൗൺ, ദെൻ ദേ ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സെക്ഷണൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ടു ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ് ദ ന്യൂക്ലിയസ് ടു ദി പ്ലാനിങ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എസ്റ്റാബ്ലിഷ് പ്ലാനിങ് പ്രിമിസസ്. പ്ലാനിങ് പ്രിമിസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അസംഷൻസ് ഓഫ് ഫ്യൂച്ചർ മാർക്കറ്റ് കണ്ടീഷൻസ് വിച്ച് ബിക്കം ദ ബേസിസ് ഫോർ കറൻറ്റ് പ്ലാനിങ് പ്രോസസ്സ്. അതായത് നമ്മൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൺസർട്ടൺ ആണ്, അതായത് എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്ലാനിങ് നടത്തുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം അസംഷൻസ് ആണ്. അതായത് എങ്ങനെയായിരിക്കും എന്നുള്ള നമ്മളൊരു അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ അസംഷൻസിനെയാണ് നമ്മൾ പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയാം. മനസ്സിലായല്ലോ, പ്ലാനിങ് പ്രിമിസസ് എന്ന് പറഞ്ഞാൽ എന്താ, അസംഷൻസ് അബൌട്ട് ദ ലൈക്ലി ഷേപ്പ് ഓഫ് ഈവൻറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ വിച്ച് സെർവ്സ് ആസ് ദി ബേസിസ് ഓഫ് പ്ലാനിങ്. അപ്പോൾ ഒരു എഫക്റ്റീവ് പ്ലാൻസ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്ത് വേണമെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ മസ്റ്റ് that planning premises are needed. So, and this planning premises are based on systematic forecasting. So എന്തൊക്കെ തീരുമാനിക്കണം, assessment of future demand, preferences and taste of customers, competition prevailing in the market, etc. can be made with the help of ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുന്നത് ചിലപ്പം എന്താവാം, ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ.
അതായത് ഈ പ്ലാനിങ് പ്രിമിസസിൽ വരുന്നത് എന്താ, കേപ്പബിലിറ്റീസ് ആൻഡ് കപ്പാസിറ്റീസ് ഓഫ് ദ പേഴ്സണൽ ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻറ്റേർണൽ പ്രിമിസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻറ്റേർണൽ പ്രിമിസസിൽ വരുന്നത് ഏതൊക്കെയാണ് ഈ പറഞ്ഞത്, ഫോർമർ ടേക്സ് ഇൻ ടു, അതായത് ഇൻറ്റേർണലിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെയിൽസ് ഫോർകാസ്റ്റ്, ദ എക്സിസ്റ്റിംഗ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദി ഓർഗനൈസേഷൻ, capital investment policies, then management philosophy, etc. Okay. External premises they are derived from the external environment of a business like political, social, economic, technological forces. അതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദേ ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ എപ്പോഴും പ്ലാനിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, എസ്റ്റാബ്ലിഷ് പ്ലാനിങ് പ്രിമിസസ്. അതായത് പ്ലാൻ ചെയ്യുന്നത് എന്തിനെ വെച്ചിട്ടായിരിക്കണം, അസംഷൻസ് വെച്ചിട്ടായിരിക്കണം. അതായത് അസംഷൻസ് എന്ന് പറയുന്നത് പ്ലാനർ ഷുഡ് കൺസിഡർ ബോത്ത് ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേർണൽ പ്രിമിസസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റിവ്യൂയിങ് ഓഫ് കീ ഫാക്ടേഴ്സ്. അതായത് പ്രിമിസസ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീ ഫാക്ടേഴ്സ് എന്തെല്ലാം എന്നുള്ളത് തീരുമാനിക്കണം. അതായത് സർട്ടൻ ഫാക്ടേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതിനെയാണ് നമ്മൾ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് പവർ, മെഷീനറി, മെറ്റീരിയൽ ആൻഡ് പാർട്സ്, അതേപോലെ ഫിനാൻസ്, ലേബർ, എക്സെട്ര. അപ്പോൾ ഡ്യൂ കൺസിഡറേഷൻ മസ്റ്റ് ബി ഗിവൺ ടു ദം വൈൽ ഫോർമുലേറ്റിംഗ് പ്ലാൻസ്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള ആഡിക്വേറ്റ് പ്രൊവിഷൻ, അതായത് ഒരു ഫണ്ട് അതിന് വേണ്ടി നീക്കി വെക്കണം. മനസ്സിലായല്ലോ. പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതെല്ലാം മുന്നിൽ കണ്ട്, ഫണ്ട് മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളത് തീരുമാനിച്ചു കൊണ്ടായിരിക്കണം. അതായത് കീ ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർ. ദെൻ നെക്സ്റ്റ് പ്രോസസ് ഇസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ അതെല്ലാം കണ്ടുപിടിച്ച് ലിസ്റ്റ് ചെയ്യുക. സെർച്ച് ആൻഡ് ലിസ്റ്റ് all possible alternatives in order to be compared and analytically evaluated. അതായത് നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നൊന്നും ഇങ്ങോട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ. വിത്തൗട്ട് റിസോർട്ടിങ് ടു എ സെർച്ച് ഫോർ ഓൾട്ടർനേറ്റീവ്സ്, എ പ്ലാനർ വിൽ ബി ഗൈഡഡ് ബൈ ഹിസ് ലിമിറ്റഡ് ഇമാജിനേഷൻ ഓൺലി. Normally there are several alternatives for any problem and it is the duty of the manager to screen out the most enviable alternative so that he has a small number of alternatives for ഫൈനൽ സെലക്ഷൻ. അതായത് മാക്സിമം പോരട്ടത് വിചാരിച്ചിട്ട് എല്ലാ ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുക, അതിൽ ആദ്യം ഒരു സ്ക്രീനിങ് നടത്തുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, അപ്പോൾ കുറച്ചെണ്ണായി മാറും, അതിൽ നിന്നൊരു ഫൈനൽ സെലക്ഷൻ നടത്തുക. ഓക്കെ. ദെൻ കംസ് ടു ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്. അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണോ നമുക്ക് ഒരു നമ്മളെ ഓൾട്ടർനേറ്റീവ്സ് മുന്നിലുള്ളത് അതെല്ലാം ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓരോ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഇവാലുവേഷൻ, ഈച്ച് ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ് ഹാസ് ടു ബി സബ്ജക്റ്റഡ് ടു ദ ഫോളോയിങ് ടു ടെസ്റ്റ്. എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഇസ് ഇറ്റ് ഇൻ കൺഫോമിറ്റി വിത്ത് ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എൻ്റർപ്രൈസ്. അതായത് നമ്മളെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം അത് സഹായിക്കുന്നുണ്ട്. അതേമാതിരി ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡസ് ഇറ്റ് സാറ്റിസ്ഫൈ ദ കോസ്റ്റ്, സ്പീഡ്, ക്വാളിറ്റി ആൻഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ്. അതായത് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, എത്രത്തോളം നമുക്കത് നടപ്പിലാക്കാൻ പറ്റും സ്പീഡിൽ, അതിൻ്റെ ക്വാളിറ്റി, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ. റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്ത് ലാഭം ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എന്താ പറയുക, ഇതൊക്കെ വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. Okay, so in addition to these two tests, planner may also seek the help of quantitative techniques of operations research like probability theory, game theory. അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇവാലുവേഷൻ ടെക്നിക്സ് എന്ന് പറയും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പിലാണ് സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ പറയുന്നത്. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ് മോസ്റ്റ് പ്രോഫിറ്റബിൾ എന്നുള്ളത് കിട്ടും. സോ ദ മാനേജർ ഷുഡ് സെലക്ട് ദ കോഴ്സ് ഓഫ് ആക്ഷൻ വിച്ച് വിൽ പ്രൂവ് ടു ബി ദ ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് അച്ചീവിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് മേ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇൻ ദ സെലക്ഷൻ പ്രോസസ് എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് മസ്റ്റ് ബി ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ, it must be flexible and vulnerable, then it must be specific, it must be acceptable to the operating personnel, organization is in a position to provide the funds
equipment, space, personnel, etc. for the practicability of the plan. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരു സംഭവം സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ദ നെക്സ്റ്റ് വൺ ഇസ് ഫോർമുലേറ്റിംഗ് ഡിറവേറ്റീവ് പ്ലാൻസ്. അതായത് നമ്മൾ മെയിൻ പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? എ നമ്പർ ഓഫ് സപ്പോർട്ടീവ് ഓർ ഡിറവേറ്റീവ് പ്ലാൻസ് ആർ ഫ്രെയിംഡ്. അതായത് ഡിറവേറ്റീവ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ മെൻറ്റ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മെയിൻ പ്ലാൻ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ പ്ലാൻ ഓഫ് ടാറ്റ മോട്ടോഴ്സ് ഇസ് ടു പ്രൊഡ്യൂസ് എന്താണ്? 1,000,000 ഓഫ് നാനോ കാർ ഇൻ ദ നെക്സ്റ്റ് 5 years. അപ്പോൾ അതാണ് അവരുടെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചു കൊണ്ടുള്ള സപ്പോർട്ടീവ് പ്ലാൻസ് അല്ലെങ്കിൽ ഡിറവേറ്റീവ് പ്ലാൻസും ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഡിറവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ഇവരെന്ത് ചെയ്യണം? ദേ വുഡ് ബി പ്ലാൻ ഫോർ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് ഫാബ്രിക്കേഷൻ, കാസ്റ്റിംഗ്, പർച്ചേസ്, അസംബ്ലി എക്സെട്ര. അപ്പം അതാണ് ഡിറവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഡിറവേറ്റീവ് പ്ലാൻസ് ആർ മെൻറ്റ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി മെയിൻ പ്ലാൻ. Okay, so they take the form of programs, procedures, policies, rules, methods, strategies, projects, budget, etc. So the derivative plans are always in conformity with the മെയിൻ പ്ലാൻ. എന്തിനനുസരിച്ചിട്ടായിരിക്കണം ഡിറവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത്? മെയിൻ പ്ലാൻ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്. അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ് ആണ്. അതായത് ദിസ് ഇൻവോൾവ്സ് പുട്ടിംഗ് ദ പ്ലാൻസ് ഇൻ ടു ആക്ഷൻ സോ ആസ് ടു അച്ചീവ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകും. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്ലാൻ എന്താക്കാണ്? ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെന്നാണ് പറയുന്നത്? ടു സെക്യൂർ കോപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ എംപ്ലോയീസ്. അതായത് ഇൻവോൾവിങ് എംപ്ലോയീസ് ഇൻ പ്ലാനിങ് പ്രോസസ് എൻഹാൻസസ് ദ കോപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നു. ദെൻ ലാസ്റ്റ് വൺ, ഫോളോ അപ്പ്. അതായത് ടു മെഷർ ആൻഡ് കൺട്രോൾ ദ പ്രോഗ്രസ് ത്രൂ ഫോളോ അപ്പ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അപ്രൈസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ്. ദിസ് വിൽ ഹെൽപ്പ് ഇൻ ഡിറ്റക്റ്റിംഗ് ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ടേക്കിംഗ് റെമഡിയൽ മെഷേഴ്സ് വെൽ ഇൻ അഡ്വാൻസ്. അതായത് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു പ്ലാൻ അവിടെ ഇട്ടെങ്ങാണ്ട് അത് അങ്ങോട്ട് നടന്നോട്ടെ വിചാരിക്കുകയല്ല വേണ്ടത്. അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? റിവ്യൂ, അതായത് പീരിയോഡിക് റിവ്യൂ നടത്തുക, ഫോളോ അപ്പ് നടത്തുക, കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഓഫ് പ്ലാൻസ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് റിക്കറിങ് മിസ്റ്റേക്സ് ആൻഡ് അവോയ്ഡിങ് ദം ഇൻ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്ലാനിങ് പ്രോസസ്.